ന്യൂ ഇയർ വരികയാണല്ലേ. ന്യൂ ഇയറിൽ നമ്മളെല്ലാവരും കുറെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കും. അപ്പൊ പേരൻസ് ഒക്കെ പുതിയ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം, എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടൈം മാനേജ് ചെയ്യാം എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നമ്മളന്ന് നോക്കാൻ പോകുന്നത് പേരൻസിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ റെസൊല്യൂഷൻസ് എടുക്കാം നമുക്ക് നോക്കിയാലോ. നമസ്കാരം, ഞാൻ ഡോക്ടർ ഐശ്വര്യ, ഹോമിയോപ്പതി പീഡിയാട്രീഷ്യനാണ്. റെസൊല്യൂഷൻ നമ്പർ 1, ടോക്ക് ടു യുവർ ചൈൽഡ് ഡെയിലി. ഡെയിലി ഒരു അരമണിക്കൂറേലും കുഞ്ഞുങ്ങളായിട്ട് എത്ര പേര് സംസാരിക്കുന്നുണ്ടാവും? വളരെ കുറച്ച് പേരായിരിക്കും അല്ലേ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു നമ്മളായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ നമുക്കറിയാം, ചെറിയ കുഞ്ഞുങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ടൈമിൽ നമ്മൾ അവരെ ഫീഡ് ചെയ്യുമ്പോൾ, അവരെ കുളിപ്പിക്കുമ്പോൾ ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ പാട്ട് പാടി കൊടുക്കുക, സ്റ്റോറി പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം കുഞ്ഞുങ്ങളിൽ സ്പീച്ചിനെ ഡെവലപ്പ് ചെയ്യുന്നു. സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വളരെയധികം ആവശ്യമാണ് നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് സംസാരിക്കുന്നത് എന്നുള്ളത്. റെസൊല്യൂഷൻ നമ്പർ 2, അലൗ യുവർ ചൈൽഡ് ടു പ്ലേ ഡെയിലി. എത്ര കുഞ്ഞുങ്ങള് വീട്ടിന് മുറ്റത്തൊക്കെ ഓടിച്ചാടി കളിക്കുന്നത് കാണാൻ പറ്റും? നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് മുറ്റം തന്നെ കാണാനില്ല അല്ലേ. അപ്പോ നമ്മൾ ഈ കുഞ്ഞുങ്ങള് ഓടുക, ചാടുക, കളിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ മോട്ടോർ സ്കിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ കുഞ്ഞുങ്ങളുടെ അമിതമായിട്ടുള്ള പൊണ്ണത്തടി അതൊക്കെ വരാതിരിക്കാൻ വളരെയധികം യൂസ്ഫുൾ ആണ് ഈ ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത്. അപ്പൊ ഇപ്പൊ കൂടുതൽ എപ്പോഴും കുഞ്ഞുങ്ങൾ ഇൻഡോർ ആണ്, വീടിനുള്ളിൽ തന്നെ കളിക്കുക, പുറത്തിറങ്ങി കളിക്കുന്നത് വളരെ കുറവാണ്. അപ്പൊ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പൊ നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങളെ പുറത്ത് വിട്ട് കളിക്കുക, കുഞ്ഞുങ്ങളെ കളിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. റെസൊല്യൂഷൻ നമ്പർ 3, റെഡ്യൂസ്ഡ് സ്ക്രീൻ ടൈം. സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ആദ്യം തന്നെ നമ്മളിൽ നിന്ന് തുടങ്ങാം അല്ലെ. നമ്മൾ വലിയ ആൾക്കാർ തന്നെ നമുക്ക് ഒരു റീല് കണ്ട അടുത്ത റീലിലോട്ട് സ്ക്രോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ കുട്ടികളുടെ കാര്യം പിന്നെ പറയണം. അപ്പോൾ നമ്മൾ ആദ്യം സ്ക്രീൻ ടൈം കുറയ്ക്കുക. കുഞ്ഞുങ്ങള് നമ്മൾ പറയുന്നതല്ല അവർ കേൾക്കുക, നമ്മുടെ പ്രവൃത്തിയാണ് അവര് കണ്ട് പഠിക്കുന്നത്, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക അവർ ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഫോൺ ടൈം നിർബന്ധമായിട്ടും ഈ ഫുഡ് കൊടുക്കുന്ന സമയത്ത്, അതുപോലെ രാത്രി കിടക്കുന്ന ടൈമിന് മുമ്പ് ഒക്കെ ഫോണും ടിവിയും ഒക്കെ കുഞ്ഞുങ്ങളിൽ കുറച്ച് കൊണ്ടുവരിക. ഒരുപാട് സ്ക്രീൻ ടൈം കൊടുക്കാതിരിക്കുക. സ്ക്രീൻ ടൈം അമിതമായി കൊടുക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളിൽ സ്പീച്ച്, ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് സ്പീച്ച് ഡെവലപ്മെന്റ് വളരെ വൈകിയാണ്. അപ്പൊ അതിനുള്ള പ്രധാനമായിട്ടുള്ള പങ്കും സ്ക്രീൻ അധികം കൊടുക്കുന്നതാണ്. 4-മതായിട്ട് പ്രൊട്ടക്ട് യുവർ ചൈൽഡ്സ് ഇമോഷണൽ സേഫ്റ്റി അഥവാ ഇമോഷണൽ സെക്യൂരിറ്റി. എന്താണ് ഇമോഷണൽ സേഫ്റ്റി എന്ന് പറയുന്നത്? നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ്, അതുപോലെ പഠിക്കാനുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അല്ലേ. അപ്പൊ നമ്മൾ ഒരു കുഞ്ഞ് എന്നും ഡെയിലി വീട്ടിൽ എന്തെങ്കിലും വഴക്കുകളും കാര്യങ്ങളും അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ടെൻഷൻ ആണെങ്കിൽ എന്ത് പറ്റുന്നു? അപ്പൊ കുഞ്ഞുങ്ങളെ ഇത് വളരെയധികം ബാധിക്കുന്നു. കൂടുതലായിട്ട് ഇപ്പൊ വീട്ടിൽ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഫാമിലിയിൽ ഉണ്ടാവുന്ന തർക്കങ്ങള്, വഴക്കുകള്, നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങളല്ലേ അവർക്കൊന്നും അറിയില്ലല്ലോ എന്ന്. പക്ഷെ അവരിതൊക്കെ ഫീൽ ചെയ്യുന്നു. അപ്പൊ ഈ ഫീൽ ചെയ്യുന്നത് അവർ ഫിയർ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഈ ഫിയർ അവരിൽ വരുമ്പോൾ എന്ത് പറ്റുന്നു? ആ പേടി കുഞ്ഞിന്റെ ബ്രെയിനിനെ ബാധിക്കും. ആ ബ്രെയിനിലെ സ്ട്രെസ് ഹോർമോണുകൾ ഉത്പാദിക്കുന്നത് കൂടുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് പഠനത്തിൽ പിറകോട്ടാവുക, ഭയങ്കര ഇറിറ്റബിൾ ആവുക, ആങ്കർ ഇഷ്യൂസ് ഉണ്ടാവുന്നത്, ഇതെല്ലാം ഇതുകൊണ്ട് ഉണ്ടാവുന്നു. അപ്പോൾ മാക്സിമം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരിക്കലും വഴക്ക് കൂടാതിരിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറി നിന്ന് പറയുക എന്നുള്ളതാണ്. പിന്നെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വഴക്കിന്റെ ഇടയിൽ കൊണ്ടുവരാതിരിക്കുക, അവരൊരു ജഡ്ജാക്കി മാറ്റുക, അവരോട് പറയുക എന്താ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളെ സോൾവ് ചെയ്യാൻ അവരെ ഏൽപ്പിക്കുക, ഇതൊന്നും ചെയ്യാതിരിക്കുക. റെസൊല്യൂഷൻ നമ്പർ 5, റെസ്പെക്ട് യുവർ ചൈൽഡ്സ് ഇൻഡിവിജ്വാലിറ്റി. ഞാൻ എല്ലാ പേരൻസിനോടും പറയുന്നതാണ്, എല്ലാ കുട്ടികളും യുണീക്കാണ്, അവര് സ്പെഷ്യലാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് പഠനത്തിലായിരിക്കും മികവുണ്ടാവുക, വേറൊരു കുട്ടിക്കാണെങ്കിൽ വരയ്ക്കാനായിരിക്കും, വേറൊരു കുഞ്ഞിനാണെങ്കിൽ പ്രസംഗിക്കാനായിരിക്കും. അപ്പോൾ ഓരോ കുഞ്ഞിനുമുള്ള എബിലിറ്റീസ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഒരിക്കലും ഒരു കുഞ്ഞിനെ വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക, അവനെ കണ്ടുപഠിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ 2 കുട്ടികളുള്ള വീടാണെങ്കിൽ ഇളയാളെ കണ്ടുപഠിക്കുക എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ ഈ കമ്പാരിസൺ വരുമ്പോൾ എന്ത് പറ്റുന്നു? കുഞ്ഞുങ്ങളിലെ ആ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്നു. അവരുടെ കോൺഫിഡൻസ് പോകുന്നു. അത് എപ്പോഴും ഒരു നോ കോൺഫിഡൻസ് ആയിട്ടായിരിക്കും പിന്നീട് വളർന്നു വരുന്നത്. 6-മത്തെ റെസൊല്യൂഷൻ, സ്റ്റോപ്പ് ഫോഴ്സ് ഫീഡിങ്. ഞാൻ അമ്മമാരോട് വിശപ്പുണ്ടോന്ന് ചോദിക്കുമ്പോൾ, കുട്ടികൾക്ക് വിശപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിക്ക പേരൻസും പറയാറുണ്ട്, വിശപ്പൊന്നും ഇല്ല ഡോക്ടറെ, നമ്മൾ എങ്ങനെയാലും കുട്ടി കയറ്റി കൊടുക്കുന്നു എന്ന് പറയാം. ഈ ഫോഴ്സ് ഫീഡിങ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഫോൺ കണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ എന്താ കഴിക്കുന്നതെന്നും കൂടെ കുട്ടികൾക്ക് അറിയുന്നില്ല. അപ്പൊ ഈ ഫോഴ്സ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവുന്നു, ഫുഡ് കഴിക്കുന്നതിനോട് തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവുന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ വിശപ്പ് കുറയുന്നു.
അപ്പൊ എപ്പോഴും ആ ഒരു ഫീഡിങ് ടൈം കുഞ്ഞുങ്ങൾ, ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് കഥകളൊക്കെ പറഞ്ഞ് പുറത്തൊക്കെ കൊണ്ടുപോയി അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈം ആക്കി മാറ്റാൻ ശ്രമിക്കുക. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് എല്ലാം ഉൾപ്പെടുത്തി ഒരു സമീകൃത ആഹാരം കൊടുക്കുക. ഒരുപാട് മധുര പലഹാരങ്ങൾ, ബിസ്ക്കറ്റ്സ്, ജങ്ക് ഫുഡ്സ്, മൈദ അടങ്ങിയ സാധനങ്ങൾ ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ ഫുഡിൽ അവോയ്ഡ് ചെയ്യുക. റെസൊല്യൂഷൻ 7, പ്രൊട്ടക്ട് യുവർ ചൈൽഡ് സ്ലീപ്പ്. കുഞ്ഞുങ്ങളുടെ ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഉറക്കത്തിലാണ് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതുപോലെ നമ്മുടെ ഉറക്കത്തിലാണ് മെലാറ്റോണിൻ എന്നുള്ള ഒരു ഹോർമോൺ ഉൽപ്പാദിക്കുകയും ചെയ്യുന്നത്. അപ്പം ഉറങ്ങുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത്, ഡെവലപ്മെന്റ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നത്. അപ്പൊ ഫിക്സഡ് ആയിട്ട് ഒരു ബെഡ് ടൈം വെക്കുക, ഇത്ര നേരം കിടക്കണം. ആ ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പേലും സ്ക്രീന്, TV, മൊബൈൽ എല്ലാം മാറ്റി വെക്കുക. കറക്റ്റ് ആയിട്ടൊരു റുട്ടീൻ ഫോളോ ചെയ്ത് കൊടുക്കുക കുഞ്ഞിന്. അപ്പോൾ ഈ ന്യൂ ഇയറിന് നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങള് വളരെയധികം ഇമോഷണൽ സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും അതുപോലെ നല്ലൊരു റുട്ടീൻ ഫോളോ ചെയ്തിട്ടും നല്ല ഫുഡ് ഹാബിറ്റ്സ് ആയിട്ടും കുഞ്ഞുങ്ങൾ വളരട്ടെ. എപ്പോഴും ആലോചിക്കുക, നിങ്ങൾ കൊടുക്കുന്ന വിലമതിക്കുന്ന സമ്മാനങ്ങളോ ടോയ്സോ ഇതിനൊക്കെ അപ്പുറം നിങ്ങളുടെ പ്രസൻസ് ആണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്. എപ്പോഴും നിങ്ങൾ പ്രസന്റ് ആയിട്ടുള്ള ഒരു പേരന്റ് ആവുക, കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടാവുക, അവരുടെ കൂടെ ഇടപെടുക, സംസാരിക്കുക. ഇതാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അധികം ആവശ്യം. And I hope this helps. Happy parenting. Thank you.